Hi all, welcome to Tips and Treats. ഇന്ന് ഞാൻ പിസ്സയാണ് കാണിക്കുന്നത്. പക്ഷേ ഞാൻ മുന്നൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പിസ്സയുടെ ഡോ ഉണ്ടാക്കുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും എല്ലാം. അപ്പോൾ അതിൽ ഞാൻ ചീസൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ചീസൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനിത് വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വൈറ്റ് സോസ് വെച്ചിട്ട് പിസ്സ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. മുമ്പ് ചെയ്ത പിസ്സയുടെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ചീസൊക്കെ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. പിസ്സയ്ക്ക് വേണ്ടി നമ്മൾ ആദ്യം വൈറ്റ് സോസാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വൈറ്റ് സോസ് കറക്റ്റ് ഒരു പിസ്സക്കുള്ള മെഷർമെൻ്റാണ് കേട്ടോ. ലോ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മൈദയും ബട്ടറും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്, മൊത്തത്തിൽ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ വെച്ചിരിക്കേണ്ടത്. അപ്പോൾ ഇതങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഞാൻ കുറച്ചായിട്ട് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാൻ ഈ ടൈമിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഒറിഗാനോ. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒറിഗാനോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇരുന്നാലൊന്ന് തിക്കാവും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈമിൽ നല്ല തിക്കാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഇനി ഞാൻ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് അല്ല വെച്ചിട്ടുള്ളത്, വേറൊരു പാനിൻ്റെ മുകളിലായിട്ടാണ് പിസ്സ പാൻ വെച്ചിട്ടുള്ളത്. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. പാനൊന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് പാനൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിവിടെ പിസ്സ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഒരു വീഡിയോ പിസ്സ ഡോ ഉണ്ടാക്കുന്നതും പിസ്സ പ്രിപ്പയർ ചെയ്യുന്നതെല്ലാം ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പിസ്സ ബ്രെഡ് ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പിസ്സ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ 2 മിനിറ്റ് തിരിച്ചും മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം പിസ്സ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിസ്സ സോസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്ലൈസ് ചെയ്ത് വെച്ച ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് സോസേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഒലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ച വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വീണ്ടും സ്ലൈസ് ചെയ്ത് വെച്ച ഉള്ളി, ക്യാപ്സിക്കം, തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് സോസേജും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മൂടി വെച്ച് നമുക്കിത് കുക്ക് ചെയ്യാം. ഇനി വളരെ ചെറിയ ഫ്ലെയിമിലാക്കി 15 to 20 മിനിറ്റ് വരെ പിസ്സ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചീസ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഇനി മുതൽ ആരും പിസ്സ ഉണ്ടാക്കാതിരിക്കേണ്ട. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചീസിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പിസ്സ എന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് സോസിൻ്റെ ഒക്കെ ഫ്ലേവറിലൊരു പിസ്സയാണ്. എന്തായാലും മക്കൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്ത പിസ്സയുടെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതിൽ പിസ്സയുടെ ഡോയിൻ്റെ പ്രിപ്പറേഷനും അതുപോലെ തന്നെ ചീസ് വെച്ചിട്ടുള്ള പിസ്സയാണ്. അപ്പോൾ അത് വേണ്ടവർ അത് കണ്ടു നോക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.